ഇന്ത്യയുടെ സാങ്കേതിക നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സുവർണാവസരമാകേണ്ടിയിരുന്ന ഡൽഹി ആഗോള AI ഇംപാക്ട് ഉച്ചകോടി US വിധേയത്വത്തിനുള്ള വേദിയായോ എന്ന് സംശയമുയർന്നു. രാജ്യത്തെ സംബന്ധിച്ച് ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച ഉച്ചകോടി വിവാദങ്ങൾ കൊണ്ടും സംഘാടനത്തിലെ പിഴവുകൾ മൂലവും അതിഥി രാജ്യങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യമായി തീർന്ന വാർത്തകൾ വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചു. അതിന്റെ ചൂടാറും മുൻപാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആഗോള വിതരണ ശൃംഖല നിയന്ത്രിക്കാൻ അമേരിക്ക രൂപീകരിച്ച പാക് സിലിക്ക സഖ്യത്തിൽ ഇന്ത്യ പങ്കാളിയാകുന്നത് US-ന് അടിയറവ് പറച്ചിലാണെന്ന വിദഗ്ധരുടെ വിലയിരുത്തലുണ്ടാകുന്നത്. AI അധിഷ്ഠിത ലോകത്തിന് ഏറ്റവും അധികം ബൗദ്ധിക ശേഷി സംഭാവന ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. എന്നാൽ ഭരണകൂടത്തിന് അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പരാതികൾ തെളിയിച്ചത്. 5 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി നമ്മുടെ രാജ്യത്തിന്റെ AI നയം എന്താണെന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതെയാണ് അവസാനിച്ചത്. ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളെ സുഗമമായി അകത്തു കടത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ആദ്യ പ്രതിസന്ധി. 2ാം ദിവസമായപ്പോൾ ഇന്ത്യൻ ലേബലുമായി രംഗത്തെത്തിയ ചൈനീസ് റോബോട്ടായിരുന്നു നാണക്കേടുണ്ടാക്കിയത്. അതീവ സുരക്ഷാ മേഖലയിൽ ഒരു മോഷണ കേസുമുണ്ടായി. നിയോസാപ്പിയൻസ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകൻ ധനഞ്ജയ് യാദവാണ് തങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ VIP സുരക്ഷയുള്ള വേദിയിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് എക്സിൽ കുറിച്ചത്. ഇന്ത്യയിൽ വികസിപ്പിച്ചതെന്ന രീതിയിൽ റോബോട്ടിക് നായയെ അവതരിപ്പിച്ചത് ഉത്തർപ്രദേശിലെ ഗാൽഗോട്ടിയ സർവകലാശാലയാണ്. ഇത് ചൈനീസ് നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ പരിഹാസമുയർത്തി. പ്ലാസ്റ്റിക് ഫിലിമിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡുകൾ കൊണ്ട് ബന്ധിച്ച തെർമോകോൾ കൊണ്ടുള്ള ഡ്രോൺ മോഡലും ഇതേ സർവകലാശാല പ്രദർശിപ്പിച്ചു. ഇതും മുഖ്യധാര സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് രാജ്യത്തെ നാണം കെടുത്തി. 100 രാജ്യങ്ങൾ പങ്കെടുക്കുമെന്നായിരുന്നു അവകാശവാദമെങ്കിലും 85 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഡൽഹി ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഒട്ടേറെ വൻകിട IT കമ്പനികളുടെ പ്രതിനിധികളും ബിസിനസ് ഗ്രൂപ്പുകളും വന്നെങ്കിലും പ്രതീക്ഷയോടെ അവതരിപ്പിച്ച ചിലർ കാരണം പോലും കാണിക്കാതെ മുങ്ങിയതും പരിപാടിയുടെ ശോഭ കെടുത്തി. ഒരു പ്രത്യേക സെഷൻ തന്നെ അനുവദിച്ചിരുന്ന മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പങ്കെടുത്തില്ല. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഗേറ്റ്സ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് റിപ്പോർട്ട്. NVIDIA CEO ജെൻസൺ ഹുവാങ് കാരണം വ്യക്തമാക്കാതെയാണ് പരിപാടി റദ്ദാക്കിയത്. AI ചിപ്പ് മേഖലയിലെ പ്രധാന ശക്തിയാണ് NVIDIA. പരിപാടി റദ്ദാക്കിയതിന് വിശദീകരണം ആവശ്യപ്പെടുക പോലും ചെയ്തില്ല സംഘാടകർ. പക്ഷേ പ്രദേശി ടെക് കമ്പനികളുമായി ചേർന്ന് ഇന്ത്യയിൽ AI സംവിധാനങ്ങൾ ഒരുക്കാനുള്ള കരാർ ഇതേ കമ്പനി ഉച്ചകോടിയിൽ നേടിയെടുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സഹകരണവും ബഹുതല പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക, ദേശീയ പരമാധികാരത്തെ ബഹുമാനിക്കുക, സുതാര്യവും വിശ്വസനീയവുമായ ചട്ടക്കൂടുകളിലൂടെ AI വികസിപ്പിക്കുക എന്ന പ്രധാന പ്രമേയത്തോടെയാണ് ഡൽഹി ഉച്ചകോടിക്ക് ശനിയാഴ്ച സമാപനമായത്. എന്നാൽ പാക് സിലിക്ക കരാർ ഒപ്പുവെച്ചതാണ് ഉച്ചകോടിയുടെ നേട്ടമായി സമാപന ദിവസം ഉയർത്തി കാണിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അപൂർവ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള കരാറാണിത്. ആഗോള സാങ്കേതിക വിദ്യാരംഗത്തും വിതരണ ശൃംഖലയിലും നിലനിൽക്കുന്ന ചൈനയുടെ ആധിപത്യം മറികടക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് പാക് സിലിക്ക സഖ്യം. AI ഇംപാക്ട് ഉച്ചകോടിയുടെ മറവിൽ ഇന്ത്യയെ കരാറിൽ ഒപ്പിടുവിക്കുകയെന്ന അമേരിക്കൻ തന്ത്രം വിജയിക്കുകയായിരുന്നുവെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, നെതർലൻഡ്സ്, UK, ഇസ്രായേൽ, UAE, ഓസ്ട്രേലിയ തുടങ്ങിയവയാണ് സഖ്യത്തിലെ പ്രധാന അംഗരാജ്യങ്ങൾ. അമേരിക്കൻ ചിപ്പുകളും AI LLM-കളും അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് US വാണിജ്യകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗ് നടത്തിയ പ്രഖ്യാപനം ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ്. സ്വന്തമായി AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിന് പകരം അമേരിക്കൻ കമ്പനികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടി വന്നാൽ തദ്ദേശീയമായി AI വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം നടപ്പാകില്ല. ദേശീയ സുരക്ഷ, പ്രതിരോധം, ബാങ്കിംഗ് എന്നിവയിൽ വിദേശ ആശ്രിതത്വം കുറയ്ക്കേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യത്തെ പൗരന്മാരുടെ ഡേറ്റ രാജ്യത്തിനകത്തു തന്നെ സൂക്ഷിക്കുകയും നിയമപരമായി സംരക്ഷിക്കുകയും വേണം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ US പക്ഷം ചേരുന്നത് നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചേക്കാമെന്ന മുന്നറിയിപ്പും തള്ളിക്കളയേണ്ടതല്ല.